പമ്പയിലും എരുമേലിയിലും നടക്കുന്നതായിട്ടുള്ള കച്ചവടക്കാർ വരെ ശരിക്കും പറഞ്ഞ കച്ചവടക്കാർ ലക്ഷങ്ങളാണ് മേടിച്ചിരിക്കുന്നത്. അതെങ്ങനെ മേടിച്ചിരിക്കണമെന്നതിന് കൂടെ പഠിക്കണം നമ്മൾ. ഒരാൾ ലേലം വിളിക്കും, എന്നിട്ട് ഒരു 10 പേർക്ക് മറിച്ച് 1,00,000 രൂപയ്ക്ക് ചിലപ്പോൾ തറവാടകക്ക് കൊടുക്കേണ്ട സ്ഥലം വേറൊരുത്തൻ്റെ കയ്യിൽ അവസാനം ഒരു കടക്കാരൻ്റെ കൈ വരുമ്പോൾ അതിന് 10,00,000 രൂപയായി. ഇതിനിടക്ക് 9,00,000 രൂപയും തട്ടിപ്പ്. ശബരിമലയിൽ അപ്പൊ നടക്കുന്ന മുഴുവൻ തട്ടിപ്പാണോ? തട്ടിപ്പ്. അത് തീർത്തും പറയാം. അത് വേണമെങ്കിൽ നിങ്ങൾ ലൈവ് ഞാൻ അവിടെ നിൽക്കുന്ന കടക്കാർ അപ്പൊ ദേവസ്വമാണോ സർക്കാരാണോ പറ്റിക്കുന്നത്? രണ്ടുപേരും കൂട്ടി തീർന്നല്ലേ ഇങ്ങനെ. ദേവസ്വം ആരാണ് ശരിക്കും ദേവസ്വം അല്ല അത് കൊടുക്കേണ്ടത്. അത് ശരിക്കും കൊടുക്കേണ്ടത് ശബരിമല കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ കേന്ദ്ര ഭരണം വന്നോന്നാ ഞാൻ പറയണം. കേന്ദ്ര ഭരണം അവിടെ മുഴുവൻ ഇല്ല, തൊടാൻ പറ്റിയല്ല, എല്ലാത്തിനും കണക്ക് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ കോടതി നേരിട്ട് നടത്തണം. കണക്ക് ഇപ്പൊ എന്താ കോടതി ഇടപെട്ടത് കൊണ്ടല്ലേ ഇപ്പൊ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടിരിക്കുന്നത്. കോടതി എടുക്കണമായിട്ടുള്ള കോടതിപരമായിട്ട് ഹൈക്കോടതിപരമായിട്ട് അതിന് അവിടുത്തേതായിട്ടുള്ള ആൾക്കാരെ വെച്ച് എല്ലാത്തിനും കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൊള്ളയും നടക്കുകയാണ്.